കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയാള കൃതികളായി മലയാള മനോരമ തിരഞ്ഞെടുത്തവയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് മറിയ വീണ്ടും മരിയ. സന്ധ്യ മേരിയുടെ ആദ്യ നോവലാണ്. സന്ധ്യ മേരി ഒരു പത്രപ്രവർത്തകയാണ്, ചെറുകഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഇതാണ് ആദ്യത്തെ നോവൽ. വാസ്തവത്തിൽ സമീപകാലത്ത് ഇറങ്ങിയ മലയാളം നോവലുകളിൽ വളരെയധികം വ്യത്യസ്തമായ ഒന്നാണിത്. ഈ കാലഘട്ടത്തിൻ്റെ സകല സവിശേഷതകളും ഈ നോവലിനുമുണ്ട്. ഉത്തരാധുനിക സാഹിത്യത്തിൻ്റേതായ ഒരു അരാജകത്വം, അനൗപചാരികത, ഭാഷയിലും ആഖ്യാനത്തിലും കാലഗണനയിലുമൊക്കെ സ്വീകരിക്കുന്ന ഒരുതരം അരാജകമായ സ്വാതന്ത്ര്യബോധം, അതിൻ്റെയൊക്കെ അടിയിൽ വളരെ ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകളുടെ കരുത്ത്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ പുസ്തകം. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം. 1970-കളിൽ മധ്യ കേരളത്തിലെ ഒരു ക്രിസ്തീയ കൂട്ടുകുടുംബത്തിൽ വളർന്ന ഒരു കുട്ടിയുടെ കാഴ്ചപ്പാട്ടിലാണ് ഈ പുസ്തകം വികസിക്കുന്നത്. ആ കുട്ടിയാണ് മറിയ. ആ കുടുംബം നമ്മുടെ സാധാരണ ഇടത്തരം മലയാളി കുടുംബങ്ങളുടെ എല്ലാ പ്രത്യേകതകളുമുണ്ട്. അവിടെ സ്നേഹമുണ്ട്, സ്നേഹരാഹിത്യമുണ്ട്, സ്വാർത്ഥതയുണ്ട്, കുശുമ്പുണ്ട്, പരദൂഷണമുണ്ട്. അതിനൊക്കെ അപ്പുറം ചില കൂട്ടായ കുടുംബത്തിൻ്റേതായ ശക്തമായ കെട്ടുറപ്പുണ്ട്. ആ കെട്ടുറപ്പിനെതിരായി തന്നെ അവർ തന്നെ പ്രവർത്തിക്കുന്ന ചില രീതികളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിലേറ്റവും പ്രധാനം, നമ്മുടെ സമൂഹം പരമ്പരാഗതമായി, സമൂഹത്തിലെ ഭൂരിപക്ഷം പരമ്പരാഗതമായി ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ തയ്യാറാവുന്നവരെ അബ്നോർമലായിട്ടോ അല്ലെങ്കിൽ അല്പം വട്ടുള്ളവരോ ആയിട്ടോ കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു ചാപ്പകുത്തലുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയെ കൂടി ഈ പുസ്തകം പരിഹസിക്കുന്നുണ്ട്. മരിയ അങ്ങനെ ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയ്ക്കും പകരം മുത്തശ്ശിക്കും മുത്തശ്ശനും, അപ്പച്ചനും അമ്മച്ചിക്കും, വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒക്കെ ഒപ്പം കഴിയുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ആ കുടുംബത്തിൻ്റേതായ ഒരുപാട് പ്രത്യേകതകൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ആ കുട്ടിയെ കാര്യമായി പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിലും, പക്ഷേ ആ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ അല്ലെങ്കിൽ വല്യപ്പൻ, ഇവരെല്ലാം ഒരുപാട് അമ്മായിമാർ, അമ്മാവന്മാർ, ബന്ധുക്കൾ, ഇവരെല്ലാവരുമുണ്ട്. ഇവരിൽ ചിലരൊക്കെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, ചിലരൊക്കെ അങ്ങനെ ഇല്ല. ആ വിരോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവഗണനയുടെയും അതോടൊപ്പം ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു ഉത്കടമായ ഒരു സ്വാതന്ത്ര്യ ബോധത്തിൻ്റെയും പ്രതീകമാണ് മരിയ. 4-5 തലമുറകൾക്ക് മുമ്പുള്ള കഥകളിലൂടെ ഇതൊരു കുടുംബത്തിൻ്റെ പുരാവർത്തമാണ്. കുടുംബ പുരാവർത്തങ്ങളുടെ ഒരു രീതിയുണ്ട് കഥകൾക്ക്. ഇങ്ങനെ ഒരു പുരാവർത്തമാണിത്. ഒരു തരം ലാറ്റിൻ അമേരിക്കൻ കഥകളിലൊക്കെ കണ്ടു പരിചയിക്കുന്ന ഒരു രീതി. അതിലെ മനുഷ്യർ, അതിൻ്റെ ഒരുപാട് സ്വഭാവ വിശേഷതകളും ഒരുപക്ഷെ വളരെ അസഭ്യമെന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ, അശ്ലീലമെന്ന് തോന്നിക്കുന്ന ചില പ്രവൃത്തികൾ, ഇതെല്ലാം ഇതിൽ വളരെ സാധാരണ പോലെയാണ് ഒഴുകി വരുന്നത്. അതിനൊക്കെ അടിയിൽ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവും ഒക്കെ ആയിട്ടുള്ള ചില നിലപാടുകൾ, വളരെ പ്രതിലോമകരമായ ചില നിലപാടുകൾ, വളരെ പുരോഗമനപരമായ ചില നിലപാടുകൾ, ഇതെല്ലാം ഇതിലൂടെ മറിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിയിൽ ഈ മറിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്തി സ്വീകരിക്കുന്ന ഒരു നിലപാടും, ഒരു രാഷ്ട്രീയ നിലപാടും, ഒരു സാമൂഹ്യ നിലപാടും ഇതിൽ വെളിപ്പെടുന്നുണ്ട്. ഇതിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്, തത്തകൾ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് തന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഗീവർഗീസ് സഹദ എന്ന പുണ്യവാളൻ ഇറങ്ങി വരുന്നുണ്ട്. അതിനോടൊപ്പം
അവരെയെല്ലാം ഈ സമൂഹത്തിൻ്റെ ചില പരമ്പരാഗതമായ ധാരണകളെ വെല്ലുവിളിക്കുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. മറിയയുടെ വല്യമ്മയുടെ അമ്മ, അല്ല അച്ഛൻ്റെ അമ്മ, അങ്ങനെ 2 തലമുറയ്ക്ക് മുമ്പുള്ള ഒരു കാരണവത്തിയാണ് പ്രവചനക്കാരി മാത്തിരി. ഈ പ്രവചനക്കാരി മാത്തിരി ഒരുപാട് വളരെ അസാധാരണമായും അതിശക്തമായ ഒരു കഥാപാത്രമാണ്. ബൈബിൾ തിരുത്തി എഴുതാനും ദൈവങ്ങളെയും പുരോഹിതരെയും സഭയുടെയും ഒക്കെയുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനുമൊക്കെ ഒരു മടിയുമില്ലാത്ത ഒരു ധീരയായ ഒരു മുത്തശ്ശിയാണ്. അതിനുശേഷം അതിൻ്റെ ആ തലമുറ, ആ മാതിരി ഇവരെല്ലാവരും അങ്ങനെയല്ല, ചിലരൊക്കെ അങ്ങനെയാണ്. പുരുഷന്മാരേറെയും കടുത്ത കള്ളുടിയന്മാരോ അല്ലെങ്കിൽ അവരുടെ ആണധികാരം അടിച്ചേൽപ്പിക്കാൻ മാത്രം ജീവിച്ചിരിക്കുന്ന ചില സ്വഭാവ രീതികളും അവയെ ചില സ്ത്രീകളൊക്കെ ചെറുക്കുന്നുണ്ട്, ചിലരൊക്കെ അതിനെ പരിഹസിക്കുന്നുണ്ട്, ചിലരൊക്കെ അതിൽ പൂർണ്ണമായിട്ടും വിധേയരാകുന്നുണ്ട്. 70കളാണ് ഈ നോവലിൻ്റെ തുടക്കം. 70കൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ചരിത്രം വാസ്തവത്തിൽ ഒരു വളരെ വളരെ ഗംഭീരമായ, വളരെ ഒരു സവിശേഷമായ രീതിയിലാണ് ചരിത്രം, ആ കാലഘട്ടം സന്ധ്യാബേരി രേഖപ്പെടുത്തുന്നത്. അടിയന്തരാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് അതൊന്നും പക്ഷേ യാതൊരു തരത്തിലുള്ള ഗൗരവമോ അല്ലെങ്കിൽ ഗൗരവപൂർണ്ണം എന്ന് നമ്മൾ കരുതപ്പെടുന്ന രീതിയിലൊന്നുമല്ല അതിൻ്റെ പ്രതിപാദനം. വളരെ തമാശയായിട്ടും പരിഹാസത്തോടെയും ഒക്കെയാണ് ഇതിനെ പക്ഷേ അടിയന്തരാവസ്ഥയെ അതിശക്തമായി കശക്കി വിടുന്നുണ്ട് സന്ധ്യാബേരി. അടിയന്തരാവസ്ഥയുടെ ആരാധകനായ ഒരു അണധികാരി ഉണ്ട് അവിടെ, അദ്ദേഹത്തെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെതിരായി പ്രവർത്തിക്കുന്ന, ഇതിനെതിരായി ചിന്തിക്കുന്ന പരമ്പരാഗതമായി കോൺഗ്രസ് കുടുംബമായിരുന്ന ഈ കൊട്ടാരത്തിൽ വീട് എന്നാണ് ഈ കുടുംബത്തിൻ്റെ തറവാട്ടിൻ്റെ വീട്. കൊട്ടാരത്തിൽ വീട്ടിൽ നിന്ന് ഷീന എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരി ഉയർന്നു വരികയും ആ കമ്മ്യൂണിസ്റ്റുകാരിയായ ഷീന മറിയയുടെ ഒരു മോഡലാവുന്നതും, അതുകൊണ്ട് ഷീന എല്ലാം തികഞ്ഞുള്ള, ഷീനയുടേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ ഒക്കെ അപ്പുറത്ത് ഈ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീയുടെ പുരുഷൻ കൽപ്പിക്കുന്ന, പുരുഷ മേധാവിത്വമുള്ള സമൂഹം കൽപ്പിച്ച് വയ്ക്കുന്ന സദാചാര നിയമങ്ങളെയും കുടുംബ നിയമങ്ങളെയും ഒക്കെ വളരെ വളരെ എളുപ്പത്തിലാണ് അല്ലെങ്കിൽ വളരെ ശക്തിയോടെയാണ് മറിയ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്നതും പരിഹസിക്കുന്നതും ഒക്കെ. ഇതിൽ ഏറ്റവും ഈ നോവലിൽ ഉടനീളം ഓടി നിൽക്കുന്നത് ശക്തമായ ഒരു നർമ്മമാണ്. അതൊരു ഇരുണ്ട ഹാസ്യത്തിൻ്റെ മട്ടാണ് പലപ്പോഴും ഉള്ളത്. പക്ഷേ ഇരുണ്ട ഹാസ്യത്തിലൂടെ തന്നെ ഒരുപക്ഷെ സമീപകാലത്ത് മലയാള സാഹിത്യത്തിൽ ഇത്രയും ശക്തമായ അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമായ ഒരു നർമ്മഭാവന അല്ലെങ്കിൽ പരിഹാസത്തോടെയുള്ള ഒരു കാഴ്ച, പരിഹാസത്തോടെ ഉള്ള സാമൂഹ്യ വ്യാഖ്യാനം മറ്റൊരിടത്തും കണ്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായും ഈ നോവൽ പുതിയ കാലഘട്ടത്തിൻ്റെ കേരളത്തിലെ, മലയാളത്തിലെ ഉയർന്നു വരുന്ന, ഇതിനകം പലതവണ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഉയർന്നു വന്ന വളരെ ഗംഭീരമായിട്ടുള്ള സാഹിത്യകൃതികൾ ഒന്നാണ് മറിയ, വെറും മറിയ. ഇത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ ഏറ്റവും രസമുള്ള ചില സാമൂഹ്യ വിമർശനം, അതൊന്നും വിമർശനത്തിൻ്റെ മട്ടിലോ സാമൂഹ്യ വിമർശനത്തിൻ്റെ മട്ടിലോ ഒന്നുമല്ല സന്ധ്യാബേരി പറയുന്നത്. അത് തമാശയുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ ഭാഷയിലാണ്. മറിയയുടെ നാട്, ഇത് തീർച്ചയായിട്ടും മധ്യ കേരളത്തിലെ ഒരു മേഖലയാണെങ്കിൽ ഇത് കേരളത്തിനെ മുഴുവനോടെ പ്രതീകവൽക്കരിക്കാൻ കഴിയുന്ന ഒരു പ്രമേയം, ഒരു നോവലാണ്. മരിയയുടെ നാട്, മരിയ ജനിച്ച നാട് തന്നെ കുഴപ്പം പിടിച്ചതായിരുന്നു. അതായത് ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടുള്ള കുഴപ്പം. ഒരു വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ യുദ്ധങ്ങളോ, എന്തിന് പകർച്ചവ്യാധികൾ പോലുമില്ലാത്ത നാട്. തലമുറകളായി ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചതുകൊണ്ട് ഉണ്ടായി വന്ന ഒരുതരം ലാഘവത്വമായിരുന്നു അന്നാട്ടുകാരുടെ മുഖമുദ്ര. രാഷ്ട്രീയവും അവിഹിത ബന്ധങ്ങളുമായിരുന്നു അവരുടെ ഇഷ്ട ചർച്ചാ വിഷയം. വളരെയധികം രാഷ്ട്രീയാവബോധമുള്ള ഒരു ജനതയായിട്ടാണ് അവർ സ്വയം കണക്കാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് മണൽവാരലിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ദിവസവും പത്രങ്ങളിൽ കൃത്യമായി വായിച്ചതിന് ശേഷമായിരുന്നു അന്നാട്ടിലെ മണൽവാരലുകാർ മണൽ വാരാൻ പോയിരുന്നത്. ഇമാതിരി കുന്നിടിച്ച് പാറ പൊട്ടിച്ചു കൊണ്ടിരുന്നാൽ കുന്നുപോയിട്ട് ഭൂമി തന്നെ ഇല്ലാതാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും അവർ നാടായ നാട്ടിലെ മുഴുവൻ കുന്നും ഇടിച്ചു നിരത്തി. അവിടുത്തെ ഏറ്റവും വലിയ ദേശീയോത്സവമായിരുന്നു തെരഞ്ഞെടുപ്പ്. ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള, ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാതിരുന്ന രാജ്യത്ത് നടന്ന പട്ടാള അട്ടിമറിയെക്കുറിച്ച് പോലും അവർ ചർച്ച ചെയ്തു. ചിലർ അനുകൂലമായും ചിലർ പ്രതികൂലമായും പ്രതികരിച്ചു.
യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജനാധിപത്യം മുന്നോട്ട് പോയിരുന്നത് കൊണ്ട് തന്നെ പലരും സ്വേച്ഛാധിപത്യത്തിനായി കൊതിച്ചു. അഴിമതിക്കാരായ നേതാക്കളെയും ലൈംഗികാപവാദത്തിൽപ്പെട്ട നേതാക്കളെയും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അവർക്കെല്ലാം സമൂഹത്തിൽ ഉന്നത സ്ഥാനവും വ്യക്തമായ ജനപിന്തുണയും ഉണ്ടായിരുന്നു. കള്ളുഷാപ്പുകളിലും ചായക്കടകളിലും ചാനലുകളിലുമൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. രാഷ്ട്രീയക്കാർ ഇടപെടുന്ന വിഷയങ്ങൾ മാത്രമേ അന്നാട്ടുകാർ രാഷ്ട്രീയമായി പരിഗണിച്ചിരുന്നുള്ളൂ. മുക്കിനുണ്ടായിരുന്ന ന്യൂസ് ചാനലുകളാകട്ടെ തെരുവിൽ പോലീസും വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു ഡൂബ്ലി വിഷയത്തിൻ്റെ പേരിൽ വലിയ വിഷയങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഏറ്റുമുട്ടി നിസാര പരിക്കുകൾ ഉണ്ടാവുമ്പോൾ പോലും ബ്രേക്കിംഗ് ന്യൂസ് എന്നെഴുതിക്കാട്ടി. വീണ് കിട്ടുന്ന അപകടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അവസരങ്ങളും അവരിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരുന്നു. അവർ വളരെയധികം ദേശഭക്തിയുള്ളവരായിരുന്നു. ദേശീയഗാനം പാടുമ്പോഴൊക്കെ അവർ അറ്റൻഷനായി നിന്നു. സ്വാതന്ത്ര്യദിനത്തിൽ വണ്ടികളിലൊക്കെ ദേശീയ പതാക കുത്തി പറവറത്തി. എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും ഒരാചാരമെന്നോണം ഗാന്ധി സിനിമ കണ്ടു. മാതൃഭാഷ ഇംഗ്ലീഷാണെന്ന വണ്ണം അവരുടെ കുട്ടികൾ ഇംഗ്ലീഷിനെ സ്നേഹിച്ചു. കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് മാതാപിതാക്കളുടെ രോമം എഴുന്നേറ്റ് നിന്നു. ഒരു ജലദോഷപ്പനി വന്നപ്പോൾ പോലും അവർ കുട്ടക്കണക്കിന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അവരുടെ ജീവിത നിലവാരം അമേരിക്കയ്ക്ക് തുല്യമാണെന്ന് തരം കിട്ടുമ്പോഴൊക്കെ അവർ വീമ്പ് പറഞ്ഞു. ഇതിലൊക്കെ ഉപരിയായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ നിരക്ഷരരും പട്ടിണി പാവങ്ങളുമായ സകലമാന ജനങ്ങളും അടിയന്തരാവസ്ഥ പാർട്ടിയെയും അവരുടെ നേതാവിനെയും പാഠം പഠിപ്പിച്ചപ്പോൾ സ്വേച്ഛാധിപതിയായ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം നൽകിയ രാജ്യത്തെ ഒരേ ഒരു പ്രദേശമായിരുന്നു അവരുടേത്. ലോകഭൂപടത്തിൽ ഈ നാട് കേരളം എന്നറിയപ്പെട്ടു. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിന്റെ ധൈര്യം. വാസ്തവത്തിൽ വർത്തമാനകാല കേരളത്തിൻ്റെ പ്രത്യേകിച്ചും അതിലെ മധ്യവർഗ മേധാവിത്വം വഹിക്കുന്ന കേരളീയ സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പുകളും പൊള്ളത്തരങ്ങളും എല്ലാം കാപട്യങ്ങളുമൊക്കെ വാസ്തവത്തിൽ ഈ വീണ്ടും മരിയയിൽ വിശദമായി തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. ഇത് 2024 ഏറ്റവും മികച്ച പരിഭാഷാകൃതിക്കുള്ള വളരെ പ്രശസ്തമായ ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് ലഭിച്ചതാണ്. ജയശ്രീ കളത്തിലാണ് ഇതിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആ തർജ്ജമയ്ക്കാണ് ഈ അവാർഡ്. 2025 മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദ ഇയർ, ഈ വർഷത്തെ ഏറ്റവും മികച്ച പുസ്തകത്തിന് ഈ അവാർഡിന് ഈ പുസ്തകം അർഹമായിട്ടുണ്ട്. വളരെ ഗംഭീരമായ ഒരു കൃതിയാണ് സന്ധ്യ മേരിയുടെ മരിയ വീണ്ടും മരിയ.